ഹൈന്ദവ മഹാസമ്മേളനം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനായി ഇന്ന് തുടക്കമാകും. കൊല്ലം, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രകൾ 11 മണിയോടെ വിദ്യാധിരാജ നഗറിൽ സംഗമിക്കും. വൈകിട്ട് 4-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം നിർവഹിക്കും. പെരുങ്കുളം ചെങ്കോൽ അധീനം ശിവപ്രകാശ സന്നിധി സ്വാമികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഫെബ്രുവരി 9 വരെയാണ് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം പമ്പ മണപ്പുറത്ത് നടക്കുന്നത്. ഫെബ്രുവരി 5-ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പരിഷത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ പമ്പാ നദിയുടെ തീരത്ത് ഇനി ഹൈന്ദവ ധർമ്മ പ്രഘോഷണങ്ങളുടെ ദിവസങ്ങളാണ്. ആ പുണ്യ പ്രഘോഷണങ്ങൾക്കായിട്ടുള്ള ദിവസങ്ങൾ, ആ കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ആ വിശ്വാസികളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിവിധ മതപണ്ഡിതർ, സന്യാസി ശ്രേഷ്ഠർ, രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠർ, വിശിഷ്ടമായിട്ടുള്ള വാഗ്മികൾ തുടങ്ങിയവരുടെ എല്ലാം സാന്നിധ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകും. പ്രധാന വേദിക്ക് മുൻപിലാണ് നിൽക്കുന്നത്. എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അവസാനവട്ട ക്രമീകരണങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷത്തോളം ആളുകൾ വിവിധ ദിവസങ്ങളിലായി ഇനി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ പ്രഭാഷണങ്ങളും മറ്റും ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങൾ ഈ വലിയ വേദിക്ക് മുഴുവൻ ആളുകൾക്കും ഇരുന്ന് ഈ വലിയ മതപണ്ഡിതരുടെയും സന്യാസി ശ്രേഷ്ഠരുടെയുമൊക്കെ ആ പ്രഭാഷണങ്ങൾ ശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഘോഷയാത്രകളെല്ലാം വിദ്യാധിരാജ നഗറിൽ സംഗമിക്കും. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും 4 ഘോഷയാത്രകളാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുമത പരിഷത്തിന് മുന്നോടിയായിട്ട് ഛായാചിത്ര ഘോഷയാത്ര എഴുമറ്റൂർ പരമപഠാരക ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു. ജ്യോതിപ്രയാണ ഘോഷയാത്ര കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നും ആദ്യത്തെ ദിവസം പുറപ്പെട്ടു. കൊട്ടാരക്കര അവധൂത ആശ്രമത്തിൽ നിന്നും പഥയാത്രയും പുറപ്പെട്ടിട്ടുണ്ട്. അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും പതാക ഘോഷയാത്രയും പുറപ്പെട്ടു. വിവിധ ദിവസങ്ങളിലെ പ്രയാണങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ 10:30 ചെറുകോൽപ്പുഴയിലേക്ക് ഘോഷയാത്രകൾ എല്ലാം എത്തും. 11 മണിയോടുകൂടി ഘോഷയാത്രകളെ സംഗമത്തെ വാദ്യമേളങ്ങളുടെ എതിരേൽപ്പോടുകൂടി വരവേറ്റ് പ്രധാന വേദിയിലേക്ക് ആനയിക്കും. പ്രധാന വേദിയിൽ ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം പ്രതിഷ്ഠിക്കും. ഭദ്രദീപം തെളിയിക്കും. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തുന്നതോടുകൂടി ഈ വർഷത്തെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത മഹാപരിഷത്തിന് തുടക്കമാകും. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിന് ഇന്ന് രാവിലെ 11 മണിക്ക് പതാക ഉയർന്നതോടുകൂടി തുടക്കമാകും. വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പരിഷത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കും. PS നായർ ഈ ചടങ്ങിൽ അധ്യക്ഷനാകും. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിലുണ്ട്. ഉദ്ഘാടന ചടങ്ങിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സാന്നിധ്യം ഭാരത സനാതന ധർമ്മ സംസ്കൃതിയുടെ ഋഷി പരമ്പരകളിൽ വെച്ച് അതിപ്രചാരവും ശിവനിയോഗത്താൽ രൂപീകൃതമായ പരമ്പരയായ സന്യാസമഠമായ പെരുങ്കുളം ചെങ്കോൽ അധീനം അവിടുത്തെ മഠാധിപതിയായ ശിവപ്രകാശ ദേശിക സത്യാജ്ഞ ഭണ്ഡാര സന്നിധി സ്വാമികളുടെ സാന്നിധ്യമാണ്. അദ്ദേഹമാണ് ഉദ്ഘാടന സഭയിലെ വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത്. 4 മണിയോടുകൂടി ഉദ്ഘാടന സഭ ആരംഭിക്കും. രാജേന്ദ്ര അർലേക്കർ, കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യും ഹിന്ദുമത പരിഷത്തിന്. ഇനി അങ്ങോട്ട് വിവിധ ദിവസങ്ങളിലായിട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ പ്രഭാഷണ പരമ്പരകൾക്ക് തുടക്കമാകും. വൈകിട്ട് രാത്രി 7:30 പ്രഭാഷണ പരമ്പരകൾ ആരംഭിക്കും. പിന്നീട് നാളെ മുതലുള്ള ദിവസങ്ങളിൽ വിവിധ ഭാരതത്തിനകത്തും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, പ്രമുഖരായിട്ടുള്ള വാഗ്മികൾ തുടങ്ങിയവരുടെ എല്ലാം പ്രഭാഷണ പരമ്പരകൾ നാളെ മുതൽ ഉണ്ടാകും. നാളെ വൈകിട്ട് 3:30 ധർമാചാര്യ സഭ ഗുജറാത്ത് വാനപ്രസ്ഥ സാധക് ആശ്രമ മഠാധിപതി മുനി സത്യജിത് മഹാരാജ് ഈ ധർമാചാര്യ സഭ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് 4-ാം തീയതി അയ്യപ്പ ഭക്ത സമ്മേളനമുണ്ട്. അത് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, കേരള ഗവർണർ, ഗോവ ഗവർണർ,
പശ്ചിമ ബംഗാൾ ഗവർണർ 3 ഗവർണർമാർ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ തവണത്തെ 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സാന്നിധ്യം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ തവണത്തെ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 5-ാം തീയതി വൈകിട്ട് 4 മണിക്ക് അദ്ദേഹം ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഹിന്ദുമത പരിഷത്തിനെ അഭിസംബോധന ചെയ്യും. RSS സർസംഘചാലക് വളരെ അപൂർവമായി മാത്രം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ അപൂർവമായി മാത്രം അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ളപ്പോൾ ഈ ഹിന്ദുമത പരിഷത്തിൽ അദ്ദേഹത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് പ്രാധാന്യമായിട്ട് മാറുകയും ചെയ്യുകയാണ്. 9-ാം തീയതിയാണ് പരിപാടികൾക്ക് പരിഷത്തിന്റെ സമാപന സമ്മേളനം നടക്കുന്നത്. 9-ാം തീയതി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ ദിവസങ്ങളിലായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വചന പ്രഘോഷണങ്ങളുടെയും ഭാരതീയ സനാതന ധർമ്മ ജ്ഞാനത്തിന്റെയും ഒക്കെ പ്രഘോഷണം. പമ്പാതീരത്ത് നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. വൈകിട്ട് 4 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഉദ്ഘാടനം ചെയ്യുക. കൂടാതെ 5-ാം തീയതി നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.